ഇന്ത്യ ഈ രൂപത്തിൽ നിലനിൽക്കുമോ എന്നൊരു ചോദ്യമാണ് ഈ ജനവിധിയിൽ മുഴങ്ങിക്കേൾക്കുന്നത്. ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ മാറുന്ന ഇന്ത്യയുടെ യഥാർത്ഥ മുഖം വളരെ നേരിട്ട് കാണാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഇത് മാത്രമല്ല, മാധ്യമപ്രവർത്തനത്തിന്റെ പ്രത്യേക ഒരു തരത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യ എങ്ങനെ മാറുന്നു എന്ന് നേരിട്ട് അനുഭവിച്ചൊരു വ്യക്തി കൂടിയാണ് ഞാൻ. ഒരുപക്ഷെ 1992 ഡിസംബർ 6 എന്നുള്ളൊരു സംഭവത്തെ ആ ഒരു സംഭവത്തിന് സാക്ഷിയായിക്കൊണ്ട് നിരീക്ഷിച്ചപ്പോൾ പഴയ ഇന്ത്യ നമുക്ക് കൈമോശം വരികയാണ്, അതല്ലെങ്കിൽ മതനിരപേക്ഷ ഇന്ത്യക്ക് ചരമക്കുറിപ്പ് എഴുതാനുള്ള ഒരു പോക്കായിരുന്നു എന്നെ പോലുള്ള മാധ്യമ പ്രവർത്തകരുടേതെന്ന് അന്ന് പത്രത്തിൽ എഴുതിയൊരു വ്യക്തിയാണ്. ഏതാനും വാരം മുമ്പേ ഒരുപക്ഷെ ഇന്ത്യൻ മതനിരപേക്ഷതയെ താങ്ങി നിർത്തിയ പ്രതീകമായിരുന്ന ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിച്ചപ്പോൾ അത് കണ്ടുനിന്ന മാധ്യമപ്രവർത്തകരുടെ പട്ടികയിലുള്ള വ്യക്തിയാണ് ഞാൻ. അവിടെ നിന്ന് ഇന്ത്യ എത്രത്തോളം ഇരുണ്ടു എന്നുള്ളത് നിങ്ങളും ഞാനും ഒക്കെ കണ്ടതാണ്. ഇന്ന് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷ ബഹുസ്വരതയുള്ള ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ രാഷ്ട്രം ഇതുപോലെ നിലനിൽക്കുമോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രസക്തമായി ഉയർന്നു വരുന്ന ഞാൻ സൂചിപ്പിച്ചത് ഏറ്റവും പ്രസക്തമായി ഉയർന്നു വരുന്ന ഒരു കാര്യം. ഇവിടെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത്. രണ്ട്, ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യവും ശബ്ദവും വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങളാണ്, അതല്ലെങ്കിൽ ചുമതലകളാണ് നമ്മുടെ മുകളിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഞാനിത് ഈ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഡൽഹിയിൽ നിന്നും കേരളത്തിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ നോക്കിക്കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മളൊക്കെ പഠിച്ച ചരിത്രത്തിന്റെ ഏടുകൾ വീണ്ടും ഇന്ത്യയിൽ പുനർജനിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ചുള്ള ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ചുള്ള പുസ്തകം വായിക്കുമ്പോൾ അദ്ദേഹം ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ആളാണ്. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് പലായനം ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ഇപ്പോൾ പറിച്ച് നമ്മൾ വെക്കുകയാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തമാണെന്ന് മനസ്സിലാക്കാം. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെ മനനം ചെയ്തപ്പോൾ, യഥാർത്ഥത്തിൽ അദ്ദേഹം നാസി ജർമ്മനിയെ കുറിച്ചാണോ പറഞ്ഞത്, മോഡി ഇന്ത്യയെ കുറിച്ചാണോ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ സംശയമായി. അത്രത്തോളം ചേർന്ന് നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് ഹിറ്റ്ലറെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു പക്ഷത്തിന്, ഒരു ഗ്രൂപ്പിന് തന്നെ അറിയാമായിരുന്നു ഇത് വലിയ അപകടത്തിലേക്കാണ് രാജ്യത്തെ നയിക്കാൻ പോവുക. എന്നിട്ടും ഹിറ്റ്ലറിന് വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. രണ്ട്, ഒരു പ്രത്യേകതരം, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സൈക്കിക് ഡിസ്റ്റംബർ ആയിരുന്നു ജർമ്മൻ സമൂഹത്തിന്. എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം മനോരോഗം സമൂഹത്തിൽ പടർന്നു. എത്ര കണ്ടത് ശരിയായിരുന്നു എന്ന്, അല്ലെങ്കിൽ എത്ര കണ്ട് നമ്മുടെ യാഥാർത്ഥ്യവുമായി അത് പൊരുത്തപ്പെടുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒന്ന് പാളി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ മതി. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിൽ ഒന്നായ മണിപ്പൂർ 11 മാസമായിട്ടും ഇന്നും ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. 60,000-ഓളം പേർ ഇന്നും അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നു. തങ്ങളുടെ പതിറ്റാണ്ടുകളായി തങ്ങൾ ജീവിച്ച വീടുകളിലേക്ക് പോകാൻ അവർക്ക് കഴിയുന്നില്ല. മണിപ്പൂരിന്റെ തലസ്ഥാനമായിട്ടുള്ള ഇംഫാൽ താഴ്വരയിൽ ഒരു കുക്കി വിഭാഗത്തിലുള്ള ആൾക്കാരെയും കാണാൻ കഴിയില്ല. അതുപോലെ ചുരചന്ദ്രപൂർ പോലുള്ള മലമുകളിൽ ഒരു മെയ്തി വിഭാഗത്തെ പോലും കാണാൻ കഴിയില്ല. ഒരു സംസ്ഥാനത്തെ യഥാർത്ഥത്തിൽ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വലിയൊരു ഭിത്തി അവിടെ ഉയർന്നിരിക്കുകയാണ്. 10,000-കണക്കിന് ജനങ്ങൾ മണിപ്പൂരിൽ നിന്ന് പലായനം ചെയ്തു. ഇതൊരു സാമ്പിളാണ്, ലബോറട്ടറിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരില് ഇരിഞ്ഞാലക്കുടയിൽ സംസാരിക്കുമ്പോൾ ഞാൻ അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞു, മണിപ്പൂരിൽ പോയ ഒരു വ്യക്തി എന്ന നിലയിൽ മണിപ്പൂരിന്റെ എല്ലാ ഭാഗങ്ങളും ഈ കലാപത്തിന് ശേഷം സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്ന ഒരു MP എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മണിപ്പൂർ യഥാർത്ഥത്തിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന് ഒരു പാഠം നൽകുന്നുണ്ടെങ്കിൽ അത് കേരളത്തിനാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാരും പറയാറുണ്ട്, ഇവിടെയുള്ള പല ബിഷപ്പുമാരും എന്നോട് പറഞ്ഞു, മണിപ്പൂർ വളരെ ദൂരെയുള്ള സ്ഥലമല്ലേ,
നമ്മളുമായിട്ട് എന്താ ബന്ധം? വടക്കുകിഴക്കൻ മേഖലയില്ലേ? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, തിരുമേനി അങ്ങനെയല്ല പിതാവേ, അതല്ല. യഥാർത്ഥത്തിൽ മണിപ്പൂർ എന്ന് പറയുന്നത് കേരളമാണ്. മണിപ്പൂരിൽ പ്രധാനമായും 3 വംശങ്ങളാണുള്ളത്. അതായത് മേത്തി, കുക്കി, നാഗ. മറ്റൊരുപാട് സാംസ്കാരിക ധാരകളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങളാണുള്ളത്. ഇത് തന്നെയാണ് കേരളത്തിൽ. അത് എത്നിക് അല്ലെന്ന് മാത്രമേ ഉള്ളൂ, മറിച്ച് മതപരമായിട്ട്. അതായത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ 3 വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ട്. അപ്പൊ ഈ 3 വിഭാഗങ്ങളെ തമ്മിൽ തല്ലിച്ച് അതിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് RSSും BJPയും നമ്മുടെ അന്തരീക്ഷത്തിൽ വിഹായസിൽ ഇങ്ങനെ വട്ടമിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം BJP മണിപ്പൂരിൽ അധികാരത്തിൽ വന്നപ്പോൾ അവര് താണുകയാണ്. ഇന്ന് എങ്ങനെയാണോ BJP നേതാക്കള് ക്രിസ്മസ് ദിനത്തിൽ കേക്കുമായിട്ട് നമ്മുടെ അരമനകളിൽ പോകുന്നത്, അതുപോലെയാണ് BJP നേതാക്കള് മണിപ്പൂരിൽ പല സ്ഥലങ്ങളിലും പോയത്. എത്രത്തോളം സ്നേഹമാണ് അവര് പകർന്നു കൊടുത്തത്. പക്ഷെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പില് മണിപ്പൂരില് BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന ശേഷം അവർ മണിപ്പൂരിനെ ഒരു പരീക്ഷണശാലയാക്കി മാറ്റി. അങ്ങനെ ധ്രുവീകരണ രാഷ്ട്രീയം അവിടെ ആരംഭിച്ചു. നമ്മുടെ എല്ലാ വിദഗ്ധരും ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട വിദഗ്ധരും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു കലാപം ആരംഭിച്ചാൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഐഡിയോളജി, ഡോമിനന്റ് ആയിട്ടുള്ള പവറും അതിനെ പിന്തുണയ്ക്കാനില്ല എങ്കിൽ 48 മണിക്കൂർ കൊണ്ട് ഏത് കലാപവും നമുക്ക് അമർച്ച ചെയ്യാൻ പറ്റും. അത്രത്തോളം ശക്തിയുള്ള ഒരു സാമ്രാജ്യ തുല്യമായ ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ആയുധബലം, സൈനിക ബലം, പാരാമിലിറ്ററി ഫോഴ്സസ്, എത്രയാ ലക്ഷക്കണക്കിന് ആൾക്കാർ. പക്ഷേ ഏതെങ്കിലും ഒരു ഡോമിനന്റ് ഭരണവർഗം ഒരു കലാപത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ ആ കലാപത്തെ ശമിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സുരക്ഷാ വിദഗ്ധർ ഒറ്റക്കെട്ടോടെ പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ്. നോക്കുക, ഒരു സംസ്ഥാനം 11 മാസമായി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകുന്നേയില്ല. അദ്ദേഹം ഒരു വിവാഹത്തിന് വേണ്ടി കേരളത്തിൽ വരുന്നു, വിവാഹത്തിന് വേണ്ടി പല സ്ഥലത്തും പോകുന്നുണ്ട്, തീവണ്ടിക്ക് പച്ചക്കൊടി വീശാൻ വേണ്ടി പോകുന്നു. തൻ്റെ ഭരണ പരിധിയിലുള്ള ഒരു സംസ്ഥാനം ഇതുപോലെ ശിഥിലമാകുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തൊരു പ്രധാനമന്ത്രി, അതല്ലെങ്കിൽ ഒരു സംസ്ഥാനം കത്തുന്നതിനെ കുറിച്ച് പാർലമെന്റിൽ ചർച്ച അനുവദിക്കാത്ത ഒരു പ്രധാനമന്ത്രി, ഇത് യഥാർത്ഥത്തിൽ നമുക്കൊരു ദിശാസൂചികയാണ്. എന്താണ് BJP ഇന്ത്യയിൽ വിഭാവനം ചെയ്യുന്നത്, അതല്ലെങ്കിൽ എന്താണ് കേരളത്തിൽ BJP വിഭാവനം ചെയ്യുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചകമാണ് മണിപ്പൂർ എന്ന് ഞാനിവിടെ പറയുകയാണ്. ഇപ്പൊ ഞാൻ മണിപ്പൂർ എന്തുകൊണ്ട് കേരളത്തിന് പാഠമാകുന്നു എന്നുള്ളത് ഞാൻ ആമുഖമായി പറഞ്ഞു. നോക്കുക, ഇന്ന് കേരളത്തിലെ 2 വിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലവ് ജിഹാദ്. കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ലോകത്തില് ജനാധിപത്യമില്ലാത്ത, സ്വേച്ഛാധിപത്യമുള്ള രാജ്യങ്ങളിലെ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ പോലും ചെയ്യാത്ത രീതിയിൽ ദൂരദർശൻ ഒരു സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്ന കേരള സ്റ്റോറി എന്നുള്ള ഒരു സിനിമ സംപ്രേഷണം ചെയ്യും. അതും ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുമ്പോഴാണ് 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന പരസ്യവാചകങ്ങൾ ആദ്യം തന്നെ സംപ്രേഷണം ചെയ്തുകൊണ്ട് ഒരു സിനിമ ടെലികാസ്റ്റ് ചെയ്യുന്നു. ഇതിനു മുമ്പ് കേരളത്തെ സോമാലിയയോട് താരതമ്യം ചെയ്തത് മറ്റാരുമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് ഒരു സ്പർദ്ധ, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിഭജനം സൃഷ്ടിക്കാൻ കഴിയുന്നത് എന്നുള്ളത് BJP ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട സമുദായ നേതാക്കൾക്ക് എന്താണ് BJP ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകണമെങ്കിൽ ഒരു വേള മണിപ്പൂരിലേക്കൊന്ന് കണ്ണു പായിച്ചാൽ മാത്രം മതി എന്ന് ഞാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ നേതാക്കളോടും എല്ലാ രാഷ്ട്രീയ നേതാക്കളോടും ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം. ഇനി നമ്മൾ ഇന്ത്യയുടെ പൊതു ചിത്രം നമുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കാം. ഇപ്പോൾ ഈ ഒരു വെബിനാറിൽ ഒരുപക്ഷെ ഞാൻ അറിയുന്ന കാര്യങ്ങൾ തന്നെ അതിനേക്കാൾ കൂടുതൽ എന്താ പറയാ ആഴത്തിൽ മനസ്സിലാക്കുന്നവരായിരിക്കും നിങ്ങൾ. എങ്കിൽ പോലും ഞാനെന്നുള്ള ഒരു പൊതുപ്രവർത്തകൻ സംശീകരിച്ച ചില കാര്യങ്ങളുണ്ട്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് ബ്രാൻഡിങ് മാത്രം. അതായത് കടുത്ത വിഭജനവും ധ്രുവീകരണവും നടത്തുമ്പോൾ തന്നെ ഇന്ത്യ എന്തോ വലിയ ഒരു വളർച്ചയുടെ പന്താവിലാണ് എന്നുള്ള ഒരു ചിത്രം വിദേശത്തുള്ളവർക്കെല്ലാം കൊടുക്കും. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നരേന്ദ്രമോദി വിദേശത്ത് സന്ദർശനം നടത്തുമ്പോൾ അവിടെയുള്ള പ്രവാസി സമൂഹങ്ങൾ എന്തോ വലിയ ഒരു ഒരു എന്താ പറയുക വിശ്വഗുരു വരുന്നത് പോലെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. ഇപ്പൊ അമേരിക്കയിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യ വലിയ പ്രബലമായ ഒരു രാഷ്ട്രമായി മാറി. അത് മാത്രമല്ല വളർച്ചയുടെ വലിയ ഒരു ഒരു എന്താ പറയുക ഗതിവേഗതയിലേക്ക് രാജ്യം കുതിക്കുന്നു എന്നുള്ള ഒരു ഇംപ്രഷൻ നമ്മൾ കൊടുക്കുക. അത് കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ താങ്ങി നിർത്തേണ്ട നാലാമത്തെ നെടുന്തൂണായിട്ടുള്ള മാധ്യമങ്ങൾ പരിപൂർണമായും ഭരണകൂടത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ രാജ്യസഭയിൽ ഒരു പ്രസംഗം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ഇപ്പം മീഡിയയില്ല, മോഡിയ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അതുകൊണ്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ത്യയുടെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക തലങ്ങൾ അല്പം സൂക്ഷ്മതയോടെ പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ദുർബലമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ആദ്യം നമ്മൾ സാമ്പത്തിക അവസ്ഥ നോക്കുക. ഇപ്പോൾ പ്രതിശീർഷ GDP അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എടുത്താൽ നമ്മൾ ബംഗ്ലാദേശിന് പിന്നിലാണ്, ശ്രീലങ്കയ്ക്ക് പിന്നിലാണ്. ഇനി ഏത് തരത്തിലുള്ള മനുഷ്യശേഷിയുടെ ഇൻഡെക്സ് എടുക്കുക, ഹാപ്പിനെക്സിന്റെ ഇൻഡെക്സ് എടുക്കുക. കഴിഞ്ഞ ദിവസത്തെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് BBC. നിങ്ങളിപ്പം UK സമീക്ഷ ആയതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വാർത്തയാകാം, ഞാൻ പറയുകയാണ്. BBC ആദ്യമായിട്ട് ഒരു രാജ്യത്ത് അവരുടെ ഓപ്പറേഷൻസ് അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ അവരുടെ ന്യൂസ് ഓപ്പറേഷൻസ് അവസാനിപ്പിച്ചു. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ BBC ഇന്ത്യയിലെ ഒരു കമ്പനിക്ക്, അതായത് BBCയുടെ മുൻ സ്റ്റാഫ് മെമ്പേഴ്സും ഇപ്പോഴുള്ള സ്റ്റാഫ് മെമ്പേഴ്സും എല്ലാം കൂടി ഒരു കമ്പനി രൂപീകരിച്ച് അവർക്ക് അതിന് ചുമതല ഏൽപ്പിക്കുകയാണ്. BBCക്ക് സ്വന്തമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥ സംജാതമായി. നിങ്ങൾക്കറിയാം, ഗുജറാത്ത് ഡോക്യുമെന്ററി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ BBCയെ വേട്ടയാടിയിരുന്നു, റെയ്ഡുകൾ നടത്തിയിരുന്നു, പിഴ ചുമത്തിയിരുന്നു. അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായി. ആ പശ്ചാത്തലത്തിൽ BBC എന്നുള്ള കമ്പനി എന്ന നിലയ്ക്കുള്ള പ്രവർത്തനം ഇന്ത്യയിൽ അവസാനിപ്പിക്കുകയാണ്. BBCയെ പോലുള്ള ഒരു പബ്ലിക് ബ്രോഡ്കാസ്റ്റർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ മാധ്യമ അന്തരീക്ഷമാണ് ഇന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണെന്നുള്ള കാര്യം ബോധ്യപ്പെടും. ഇനി സാമ്പത്തിക രാഷ്ട്രീയ തലം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമനിർമ്മാണങ്ങൾ. അതിലേറ്റവും പാർലമെന്റിന്റെ ഒരു പ്രത്യേക അവസ്ഥ. ഇപ്പോൾ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്ന ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് പാർലമെന്ററി ഡെമോക്രസിയാണ്. ഈ പാർലമെന്റ് ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഷുഡ് ബി അക്കൗണ്ടബിൾ ടു ദ ലെജിസ്ലേച്ചർ. അതായത് നിയമനിർമ്മാണ സഭയോട് വിധേയത്വമുള്ള ഗവൺമെന്റ്, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഒരു കസ്റ്റോഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കോടതികളും, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ. ഇനി നാലാമത്തെ ഒരു നെടുന്തൂണായിട്ട് ഒരു ജാഗ്രതയ്ക്ക് വേണ്ടിയിട്ട് മാധ്യമങ്ങൾ. ഇങ്ങനെ 3 ഔദ്യോഗിക നെടുന്തൂണുകളും നാലാമത്തെ മാധ്യമം എന്ന അനൗദ്യോഗിക നെടുന്തൂണും കൂടെ കൂടി ചേരുന്നതാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഇന്ത്യ എന്നുള്ള ഒരു ഭരണരീതി. പക്ഷെ ഇന്നെന്താ സംഭവിക്കുന്നത്? ഇന്ന് എക്സിക്യൂട്ടീവ് പാർലമെന്റിനോട് വിധേയപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് എക്സിക്യൂട്ടീവ് പോലും അവകാശപ്പെടില്ല. എന്താ കാരണം? എക്സിക്യൂട്ടീവിന് അതൊരു മോശപ്പെട്ട ഒരു കാര്യം പോലെയാണ്. ഇന്ത്യയുടെ 75 വർഷത്തെ ചരിത്രത്തിൽ, പാർലമെന്ററി ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് സമയം ഒരു പ്രധാനമന്ത്രി ചെലവിട്ടിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയാണ്. പാർലമെന്റിൽ ഒരു ചോദ്യം പോലും അദ്ദേഹം എടുത്തിട്ടില്ല. ഇപ്പം UK സമീക്ഷയുടെ പ്രവർത്തകർക്ക് ഇക്കാര്യത്തെ കുറിച്ചൊരു ധാരണ കിട്ടുന്നതിന് വേണ്ടി ഞാൻ പറയാം. ഓരോ പാർലമെന്റ് സമ്മേളനം ഉള്ള സമയത്ത് ഓരോ ആഴ്ചയിലും പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അവിടെ വരും. മുൻകാലങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിമാർ അവിടെ ഉണ്ടാകും. എന്നാൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നേ വരെ പാർലമെന്റിൽ താൻ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രം പോലുള്ള, സയൻസ് ടെക്നോളജി പോലുള്ള ആ വകുപ്പുകളെ കുറിച്ച് പോലുമുള്ള ഒരു ചോദ്യത്തോട് പ്രതികരിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്.
മാത്രമല്ല പ്രസക്തമായിട്ടുള്ള ഒരു വിഷയവും ചർച്ച ചെയ്യാൻ അദ്ദേഹം അനുവദിക്കാറില്ല. ഞാൻ നേരത്തെ മണിപ്പൂർ എന്നുള്ള സംഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അല്ലെങ്കിൽ കർഷക സമരത്തെക്കുറിച്ചോ, അതല്ലെങ്കിൽ തൊഴിലില്ലായ്മയെക്കുറിച്ചോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പട്ടിണി വ്യാപിക്കുന്നതിനെ കുറിച്ചോ ഇങ്ങനെ ഒരു ചർച്ചയും പാർലമെന്റിൽ നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. രണ്ടാമത്തെ ഏറ്റവും വലിയ അപകട സൂചന എന്ന് പറയുന്നത്, നമുക്ക് ചില സുപ്രീം കോടതി വിധിന്യായങ്ങൾ രജതരേഖകളായിട്ട് മാറുന്നുണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ജുഡീഷ്യറിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രത്യേക അവസ്ഥ. ഇപ്പൊ ജഡ്ജിമാരുടെ നിയമനങ്ങളിലൊക്കെ എത്ര കണ്ടാണ് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത്. ഇപ്പോൾ കൽക്കട്ടയിലെ ഒരു ഹൈക്കോടതി ജഡ്ജി BJPക്ക് വേണ്ടിയിട്ട് ഒരു സ്പോക്സ് പേഴ്സന്റെ ഒരു തലത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം പിന്നീട് രാജിവെച്ചപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ജുഡീഷ്യറിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ മീഡിയയെ കുറിച്ച് പറയുമ്പോൾ ഒരു മീഡിയയ്ക്ക് പോലും ഭരണാധികാരിക്കെതിരെ വിരൽ ചൂണ്ടാനുള്ള ധൈര്യമില്ല. ഇപ്പോൾ വിരൽ ചൂണ്ടിയ ഒരു മീഡിയ ഇന്ത്യൻ മീഡിയ അല്ലാതിരുന്നിട്ട് കൂടി BBC പോലെ ലോകം ആദരിക്കുന്ന ഒരു മീഡിയ ആയിട്ട് കൂടി ആ മീഡിയയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരവസ്ഥയെക്കുറിച്ച് ഞാനിവിടെ സൂചിപ്പിച്ചു. ഇപ്പോൾ നമ്മുടെ കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. കോടാനുകോടി, യഥാർത്ഥത്തിൽ 5 കോടിയോളം ജനങ്ങൾ ഈ ലോക്ക്ഡൌണിൽ പെട്ടുപോയി. അവർ വഴിയിലൂടെ യാത്രാ സൗകര്യം ഇല്ലാതെ പലായനം ചെയ്തു. പല ആൾക്കാരും അവർ വീണ് മരിച്ചു. ആ സമയത്ത് ഉത്തരേന്ത്യയിൽ ഗംഗാനദിയിൽ, പരിശുദ്ധ നദിയായ ഗംഗാനദിയിൽ നൂറുകണക്കിന് മൃതദേഹങ്ങൾ ഇങ്ങനെ ഒഴുകി നടന്നു. ഒരു മാധ്യമം പോലും അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തില്ല. ഒരു മാധ്യമം, ദൈനിക് ഭാസ്കർ എന്ന് പറഞ്ഞ ഒരു മാധ്യമം അത് സംബന്ധിച്ചൊരു വാർത്ത കൊടുത്തപ്പോൾ പിറ്റേ ദിവസം റെയ്ഡ് വന്നു. ഒരു ചിത്രം മാത്രമേ കൊടുത്തുള്ളൂ. റെയ്ഡ് വന്ന് 700 കോടി രൂപയുടെ പിഴയാണ് ഇൻകം ടാക്സ് ചുമത്തിയത്. ഇതാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പ്രതിക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തങ്ങളിലൊന്ന്. ഇപ്പൊ നമ്മൾ കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ ഈ പറയുന്ന മാധ്യമങ്ങൾ ഒരു വാർത്തയെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയോ അല്ലെങ്കിൽ അമിത്ഷായ്ക്കെതിരെയോ കൊടുക്കാനുള്ള തന്റെ ഇടമുണ്ടോ? ഇല്ല. യഥാർത്ഥത്തില് കേരളത്തിലെ മാധ്യമങ്ങൾ താരതമ്യേന സ്വതന്ത്രമാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആ സ്വാതന്ത്ര്യം ഇടതുപക്ഷത്തോട് മാത്രം കാണിക്കാനാണ് അവർ ശ്രമിക്കാറ്. BJPയെ കുറിച്ച് ഒരു വാക്കും അവർ പറയാറില്ല. ഈ രീതിയിലേക്ക് നമ്മുടെ ജനാധിപത്യ സംവിധാനം മാറിയിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഭരണഘടന നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നു. തെറ്റാണ്. ജനാധിപത്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ പറ്റൂ. ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ cannot protect democracy. Only democracy can protect constitution. അപ്പോൾ നമുക്ക് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വിസ്തൃതമായിട്ടുള്ള ഭരണഘടന ഉണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ പോലും ആ ഭരണഘടന നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകണം. മാത്രമല്ല നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യങ്ങൾ, ഞാൻ പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഉത്കണ്ഠപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ് നമ്മുടെ വൈവിധ്യങ്ങളെ നിരാകരിക്കുന്നത്. ഇപ്പോൾ ഹിന്ദി ഭാഷ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. ഇപ്പൊ ചരിത്രവും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഇപ്പോൾ മുഗളന്മാരെന്നുള്ള ഒരു ഭരണം ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ള കാര്യം ഇനി നാളെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ അറിവുണ്ടാവില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ NCERTയുടെ സിലബസിലും മറ്റും ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഇനിയിപ്പോൾ ബാബറി മസ്ജിദ് തകർത്തത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരിക്കുമെന്ന് നാളെ വിദ്യാർത്ഥികൾ പഠിക്കും. ആ രീതിയിലേക്ക് പോവുകയാണ്. ഇപ്പൊ ഗുജറാത്ത് കലാപം എന്നുള്ളത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വൈദേശിക ആധിപത്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണെന്ന് വേണമെങ്കിൽ നാളെ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കും. ആ രീതിയിലാണ് നമ്മുടെ ചരിത്ര നിർമ്മിതികളൊക്കെ നടക്കുന്നത്. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുന്നത് ഈ പറയുന്ന പോലെ നമ്മുടെ വൈവിധ്യങ്ങളെയും നമ്മുടെ സാംസ്കാരികപരമായിട്ടുള്ള വ്യത്യസ്ത ധാരകളെയും ഒക്കെ ഉന്മൂലനം ചെയ്ത് ഏകമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ ഘടന ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നാസി ജർമ്മനിയുമായിട്ട് ഞാൻ ആദ്യം താരതമ്യപ്പെടുത്താൻ കാരണം എന്ന് വെച്ചാൽ ഒരുപക്ഷെ നാസി ജർമ്മനി സഞ്ചരിച്ച അതേ വഴിത്താരയിലാണ് ഇപ്പോൾ ഇന്ത്യ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ നാസി ജർമ്മനിയിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എടുത്ത് നമ്മൾ ഒരു മേശപ്പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലാഞ്ചനകൾ, ഓരോ സംഭവങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഒരു ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പോൾ
ഇന്ത്യയിൽ 20 കോടിയോളം വരുന്ന ഒരു ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ. ന്യൂനപക്ഷം, പ്രധാനപ്പെട്ട ന്യൂനപക്ഷങ്ങളാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക. 20 കോടിയോളം വരുന്ന ജനവിഭാഗത്തിന് കേന്ദ്ര സർക്കാരിൽ ഒരു മന്ത്രി പോലുമില്ല. 70-80 മന്ത്രിമാരുണ്ട്. ഒരു പ്രാതിനിധ്യം പോലുമില്ല. ഇപ്പോൾ ലോകസഭയിലും രാജ്യസഭയിലും ജുഡീഷ്യറിയിലും ഒക്കെയുള്ള പ്രാതിനിധ്യം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഒരു വിഭാഗത്തെ കട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ്. ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്ത് 20 കോടി ജനങ്ങൾക്ക് ഭരണ നിർവഹണത്തിൽ ഒരു പങ്കാളിത്തമില്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇത് വെർച്വലി ഡിസൻഫ്രഞ്ചൈസ്മെന്റിന് തുല്യമാണ്. എന്ന് വെച്ചാൽ അവരെ പൗരന്മാരല്ലാതാക്കുന്നതിനുള്ള അല്ലാതാക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ CA പോലുള്ള ഒരു നിയമനിർമ്മാണം ഇപ്പോൾ കൊണ്ടുവന്നു. ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ CA വന്നു കഴിഞ്ഞാൽ എന്താണ് ആപത്ത്? ഒരാപത്തും ഇല്ലല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ CA എന്ന് പറയുന്നത് ദേശീയ പൗരത്വ രജിസ്റ്ററിന് മുമ്പേ പോകുന്ന ഒരു ലോക്കോമോട്ടീവാണ്. ഇപ്പോൾ അസാമില് ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കി. 19 ലക്ഷം പേരാണ് പുറത്തായത്. 19 ലക്ഷം പേര്. അതിൽ 14 ലക്ഷത്തിലേറെ പേർ ഹിന്ദുക്കളായിരുന്നു. 5 ലക്ഷത്തോളം പേർ മുസ്ലിങ്ങളാണ്. ഇനി ആ ഹിന്ദു വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇനി പുതുതായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് പൗരന്മാരാകാമെന്ന് വിചാരിക്കുക. പക്ഷെ ബാക്കി 5 ലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? ആ മുസ്ലിങ്ങളിൽ തന്നെ ഉള്ള ചില ആൾക്കാരുടെ വിവരങ്ങൾ നമ്മുടെ പക്കലുണ്ട്. ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പോൾ പൗരന്മാരല്ലാതായി മാറി. ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു കുടുംബത്തിലെ നിരവധി ആൾക്കാർ ഇപ്പോൾ പൗരന്മാരല്ല. ഇപ്പോൾ ദേശീയ പൗരത്വ രജിസ്റ്റർ ഇന്ത്യയിൽ ഉടനീളം നടപ്പിലാക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക. നാളെ കേരളത്തിലും വ്യാപകമാക്കി ഒരു റേഷൻ കാർഡ് കിട്ടാൻ വേണ്ടി ഒരു രേഖ സമർപ്പിക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ഒരുപക്ഷെ നിങ്ങളുടെ പൗരത്വം നിഷേധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ള ഒരു ഉത്കണ്ഠ എനിക്കുണ്ട്. എനിക്ക് കൃത്യമായിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ CA പ്രകാരം പൗരത്വം നൽകാനുള്ള അധികാരം പൂർണ്ണമായിട്ടും കേന്ദ്രം കവർന്നെടുത്തു. ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരു പാസ്പോർട്ട് കൊടുക്കാൻ വേണ്ടി, നിങ്ങളൊക്കെ പ്രവാസികളായതുകൊണ്ട് നിങ്ങൾക്ക് പാസ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറേ കൂടി അത് ഹൃദ്യമാകുമെന്നുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ പാസ്പോർട്ട് കൊടുക്കാനുള്ള വെരിഫിക്കേഷൻ പോലീസാണ് നടത്തുന്നത്. ഇപ്പം നമ്മുടെ കേരള ഏജൻസീസും കൂടി ഉൾപ്പെട്ടാണ് അത് നടക്കുന്നത്. ഇനി പൗരത്വം തന്നെ ഈ CA അല്ലാതെ രീതിയിൽ തന്നെ ഒരു പൗരത്വം കൊടുക്കാം. ഈ പറഞ്ഞ ഒരു വിദേശ പൗരൻ കുറെ കാലം ഇവിടെ താമസിച്ചിട്ട് അവർക്ക് പൗരത്വം അപേക്ഷിച്ചാൽ പൗരത്വം കൊടുക്കാമെന്നുള്ള വ്യവസ്ഥ നമുക്ക് ഓൾറെഡി ഉണ്ട്. നോർമൽ ആയിട്ടൊരു പൗരത്വം ഒരാൾ അപേക്ഷിച്ച് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്? ജില്ലാ കളക്ടർക്ക് അപേക്ഷിക്കുന്നു. ജില്ലാ കളക്ടർ അത് വെറ്റ് ചെയ്തിട്ട് അത് സംസ്ഥാന ഗവൺമെന്റിലേക്ക് നൽകി സംസ്ഥാന ഗവൺമെന്റാണ് അത് അയച്ചു കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ പോസ്റ്റൽ സൂപ്രണ്ടും റെയിൽവേ ഡിവിഷണൽ മാനേജരും ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു സമിതിയാണ്, ഒരു ജില്ലാതല സമിതിയും ഒരു എംപവേർഡ് സമിതിയാണ് തീരുമാനിക്കുന്നത്. നോക്കുക എങ്ങനെയാണ്. അത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് പൗരത്വം കിട്ടണോ CA പ്രകാരം എന്ന് തീരുമാനിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ആരാ കൊടുക്കാൻ പോകുന്നത്? അത് RSSന്റെ സംഘടനകളാണ് കൊടുക്കാൻ പോകുന്നത്. ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നോക്കുക ഏത് രൂപത്തിലേക്ക് ഇത് നമ്മൾ എത്തിയെന്ന് ചിന്തിക്കുക. 1939 ഗോൾവാൾക്കർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, വി അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്നുള്ളത്. ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് നാസി ജർമ്മനിയിൽ ശുദ്ധരക്തത്തിന് വേണ്ടിയിട്ട് യഹൂദന്മാരെ, ജൂസിനെ ഉന്മൂലനം ചെയ്ത് ഇന്ത്യക്ക് മാതൃകയാക്കാൻ കഴിയും. നാസി ജർമ്മനിയുടെ മാതൃകയാണ് ഇന്ത്യ പിന്തുടരേണ്ടതെന്ന് ഗോൾവാൾക്കർ 1939 എഴുതി വെച്ചു ആ പുസ്തകത്തിൽ. പിന്നീട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം അത് തങ്ങൾക്ക് എന്താ അസൗകര്യമാകുമെന്ന് ചിന്തിച്ചപ്പോൾ ആ പുസ്തകം ഗോൾവാൾക്കർ അല്ല എഴുതിയെന്നൊക്കെയുള്ള ന്യായമായിട്ട് വന്നെങ്കിൽ പോലും അത് ഗോൾവാൾക്കറിന്റെ പേരിൽ തന്നെയുള്ള ഒരു പുസ്തകമായിട്ട് അത് അവശേഷിക്കുകയാണ്. അതുപോലെ സവാർക്കർ. ഇതൊക്കെ ഇപ്പം ഈ ബഞ്ച് ഓഫ് തോട്ട്സ്, വിചാരധാര, അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ആവർത്തിക്കുന്നതാണ്. ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കൾ ആരൊക്കെയാണെന്നുള്ളത്. അതിൽ വരുന്നതാണ് മുസ്ലിംസും ക്രൈസ്തവരും അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരും. 3 M ആണ് അവർ പറയുന്നത്. അതിൽ ഈ പറയുന്ന പോലെ മിഷണറീസ്, അതാണ് ഞാൻ ക്രൈസ്തവർ എന്ന് ഉദ്ദേശിക്കുന്നത്, മുസ്ലിംസ് ആൻഡ് മാർക്സിസ്. ഇതാണ് ഗോൾവാൾക്കർ ഇട്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ RSS ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് ഓട് പറഞ്ഞ എന്താണ്? ഞങ്ങൾ നിങ്ങളോട് കൂടാം, നിങ്ങൾ ഈ 3 ശക്തികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം.
RSS തങ്ങളുടെ അണികളോട് നടത്തിയ ആഹ്വാനം എന്താണ്? ബ്രിട്ടീഷുകാരോട് പോരാടി നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ പോരാട്ടം സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രധാനപ്പെട്ട ശത്രുക്കളായിട്ടുള്ള ഈ മുസ്ലിങ്ങളോടും ക്രൈസ്തവരോടും കമ്മ്യൂണിസ്റ്റുകാരോടുമാണെന്ന് ആഹ്വാനം ചെയ്തതാണ് RSS. ആ രീതിയിലുള്ള ഒരു സാമൂഹ്യ ക്രമം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു തീഷ്ണമായ ശ്രമത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് BJP വ്യാപൃതരായിരിക്കുന്നത്. നിയമനിർമ്മാണങ്ങളൊക്കെ ആ വഴിക്കാണ് പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക. ബഹുസ്വരതയുടെ നാട്, എല്ലാ സംസ്കാരങ്ങളെയും ഭാഷകളെയും വൈവിധ്യങ്ങളെയും ഒക്കെ ബഹുമാനിക്കുന്ന നമ്മുടെ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത ഒരു ബഹുസ്വരതയുള്ള ഒരു സമൂഹത്തെ സംരക്ഷിക്കണമെങ്കിൽ ഈ 2024 തിരഞ്ഞെടുപ്പ് അതിനിർണായകമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് അല്ലെങ്കിൽ ഏകമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ക്രമത്തിലേക്ക് ഈ രാജ്യം പ്രയാണം ചെയ്യുന്നതിനെ തടയണമെങ്കിൽ സ്വാഭാവികമായിട്ടും BJPയെ തോൽപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അവിടെ ഒരു ചോദ്യം കൂടി ഒരുപക്ഷെ ഞാൻ നിർത്താം, ഇനി ജയദേവൻ സംസാരിക്കാനുണ്ട്. അതായത് ഇവിടെ ചിലർ കേരളത്തിലുള്ള ചില ആൾക്കാരിനോട് ചോദിക്കാറുണ്ട്, അതായത് ഇപ്പോൾ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ഏറെക്കുറെ സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടല്ലേ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഇവിടെയുള്ള ജനങ്ങൾ ഇപ്പൊ കോൺഗ്രസിന് വോട്ട് ചെയ്താലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താലും എന്താണ് വ്യത്യാസമെന്ന് അവർ ചോദിക്കാറുണ്ട്. അതിൽ ഒരുപക്ഷെ പണ്ട് ചോദിച്ചിരുന്ന ആൾക്കാർ ഇപ്പൊ ആ ചോദ്യം ചോദിക്കുന്നില്ല എന്നുള്ള കാര്യം പ്രസക്തമാണ്. ഞാൻ അവരെ ഉറപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, കോൺഗ്രസിനെ ആശ്രയിച്ച് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. എന്താ കാരണം? കോൺഗ്രസ് ഇന്ന് സ്വാഭാവികമായിട്ടും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു എന്താ പറയാ ഒരു കൺവേർജൻസ് ആയിട്ട് കാണപ്പെടുന്നത്. 12 മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അവിടെ ചേർന്നത്. ഏത് ദിവസം ഏത് കോൺഗ്രസ് നേതാവ് ചേരുമെന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാതോർത്തുകൊണ്ടിരിക്കുന്നത്, കണ്ണു കൂർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു സാന്നിധ്യമാണ് കോൺഗ്രസ്. പക്ഷെ എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഇടതുപക്ഷമില്ലാത്ത സ്ഥലങ്ങളിൽ BJPയേക്കാൾ നമ്മൾ പിന്തുണയ്ക്കേണ്ടത് കോൺഗ്രസിനെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ കേരളം പോലുള്ളൊരു സ്ഥലത്ത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, കേരളത്തിന്റെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കഴിഞ്ഞ 5 വർഷക്കാലം നമുക്ക് ബോധ്യപ്പെട്ടു. ഇപ്പൊ പാർലമെന്റിൽ ഞാനൊരു MP ആണ്. കോൺഗ്രസിന്റെ നിരവധി MP മാരുണ്ട്. 18 MP കോൺഗ്രസിന്റെ ലോകസഭയിലുണ്ട്. ഏതെങ്കിലും ഒരു UDF MP എഴുന്നേറ്റ് നിന്ന് കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കോൺഗ്രസ് MP എഴുന്നേറ്റ് നിന്ന് പ്രധാനമന്ത്രിയോടോ അമിത്ഷായോടോ നിങ്ങൾ ഈ രാജ്യത്തെ അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കില്ല. എന്താ കാരണം വെച്ചാൽ സന്ധിയുടെ ഒരു രാഷ്ട്രീയത്തിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇടതുപക്ഷത്തിന്റെ ഇടപെടലിന്റെ ശക്തി. 2004 നമ്മൾ 18 സീറ്റുമായിട്ട് പാർലമെന്റിൽ പോയി, ലോകസഭയിൽ പോയി. ആ സമയം കോൺഗ്രസിനെയാണ് തോൽപ്പിച്ചത്. പക്ഷേ ഒരു ഗ്യാസ് കണക്ഷൻ പോലും വാങ്ങാതെ, ഒരു ഫോൺ കണക്ഷൻ പോലും ആവശ്യപ്പെടാതെ നമ്മൾ 61 ഇടതുപക്ഷ MP മാർ നിരുപാധികമായിട്ട് കോൺഗ്രസിന് പിന്തുണ നൽകി. എന്തിനു വേണ്ടിയായിരുന്നു? BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി. നമ്മൾ ആരും ഒരു ഭരണത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടി പോയിട്ടില്ല. ഒരു മന്ത്രിസ്ഥാനം പോയി, സഹമന്ത്രി സ്ഥാനോ ഗവർണർ സ്ഥാനോ, എന്തിനേറെ രാജ്യസഭയിലേക്ക് ഒരു നോമിനേറ്റഡ് അംഗത്തെ പോലും ഇടതുപക്ഷം ചോദിച്ചില്ല. ഇടതുപക്ഷം ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, പൊതു മിനിമം പരിപാടിയിലെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കണം. മാത്രമല്ല ലോകം ഉറ്റുനോക്കുന്ന 5 സുപ്രധാനമായിട്ടുള്ള ഏടുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രചിച്ചത് ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ്, ആ പിന്തുണ കൊണ്ടാണ്. ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താം. അതായത് ലോകം ഇന്ത്യയെ ആദരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, അതൊന്ന് ദേശീയ തൊഴിൽദാന പദ്ധതിയാണ്. അത് തൊഴിൽ കൊടുക്കൽ മാത്രമല്ല, അത് പട്ടണ നിർമ്മാർജ്ജനമാണ്. പോവർട്ടി അലിവിയേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമായിട്ടാണ് വന്നത് ദേശീയ തൊഴിൽദാന പദ്ധതി. 2, നമ്മുടെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാനുള്ള അവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ. 3, വിദ്യാഭ്യാസത്തെ, അതായത് 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റുന്ന നിയന്ത്രണമാണ്. 4, നമ്മുടെ ഇന്ത്യയിൽ ആരും പട്ടിണി കിടന്ന് മരിക്കാൻ പാടില്ല, അവന് ഭക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്ന് നിർണയിക്കുന്ന ഭക്ഷ്യസുരക്ഷാ നിയമം. 5, ഗിരിവർഗക്കാർക്ക്, ഗോത്രവർഗക്കാർക്ക് അവർക്ക് അവരുടെ ഭൂമിയുടെ മുകളിൽ, അവരുടെ ഫോറസ്റ്റുള്ള ഭൂമിയാണെങ്കിൽ പോലും അതിൽ അവകാശമുണ്ടെന്ന് സ്ഥാപിക്കുന്ന നിയമം. അങ്ങനെ 5 സുപ്രധാന നിയമനിർമ്മാണങ്ങൾ പാസാക്കിയ ചരിത്രമാണ് ഇടതുപക്ഷ പിന്തുണ കൊണ്ട് ഒന്നാം UPAക്ക് ഉണ്ടായിരുന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്.
അതുകൊണ്ട് ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നുണ്ടോ, ഏത് മന്ത്രിസ്ഥാനം ആണ് കൈയാളാൻ പോകുന്നതിനപ്പുറം ഇടതുപക്ഷത്തിന്റെ ശബ്ദം ഈ പറയുന്ന ഇന്ത്യ, നമ്മുടെ ഇന്ത്യ, ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ബഹുസ്വരതയുള്ള ഫെഡറലിസമുള്ള ഇന്ത്യ, ആ ഇന്ത്യ നിലനിൽക്കാൻ അത്യന്താപേക്ഷിതമാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്. ഒരു അവസാനമായ ഒരു കാര്യം കൂടി പറയട്ടെ. ഇന്ത്യയുടെ ഐക്യത്തെക്കുറിച്ച് എല്ലാവരും വാചാലരാകുന്നുണ്ട്. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. ഇന്ത്യയുടെ ഐക്യം സാധ്യമാകണമെങ്കിൽ, യാഥാർത്ഥ്യമാകണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ അനിവാര്യമാണ്. 1 മതനിരപേക്ഷത, 2 ഫെഡറലിസം, 3 ജനാധിപത്യം. ഈ 3 ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ഇന്ത്യ പോലുള്ള വളരെ വിസ്തൃതമായ ഒരു രാജ്യത്തിന്റെ ഐക്യം ഉറപ്പിക്കാൻ കഴിയുള്ളൂ. ഈ 3 ഘടകങ്ങൾക്കും സ്വാഭാവികമായിട്ടും ബലം വേണം, ദൃഢത വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശക്തി ഇന്ന് ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഇടതുപക്ഷമാണെന്ന് നെഞ്ചി കൈതൊട്ട് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്ത്യ നാസി ജർമ്മനിയുടെ വഴിത്താരയിലേക്ക് പോകരുത് എന്ന് പറയാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ സർഗാത്മകമാക്കി, ക്രിയാത്മകമാക്കി, BJP വിരുദ്ധമാക്കി മാറ്റാനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച സമീക്ഷയ്ക്ക് ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേരുന്നു.